ബാബുവേട്ടൻ തന്നെ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെയൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു സെലക്ഷൻ പുള്ളിക്ക് ഭയങ്കര ഗംഭീരാണ്. അപ്പോൾ ആഷികപ്പു എന്നെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നി എന്നെ അതുപോലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എനിക്ക് തരാം. പിന്നെ ഒരു ഡൗട്ടില്ല എനിക്ക് ചെയ്യാനായി. അങ്ങനെയായിരുന്നു. ഓക്കേ. അപ്പൊ എനിക്ക് അത് വാണി വന്നത് അത് അവിടെ ഇത് ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ അത് ചെയ്യുന്ന കണ്ടപ്പോ തന്നെ അത് വാണിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വാണി ചെയ്താലേ നിക്കത്തുള്ളൂ. അത് സത്യം. ഇട്ടിയാനം എന്ന് പറയുന്ന ഒരാൾ വന്ന് നിന്നാൽ അത് ഒരാള് വാണിക്ക് ആരും മലയാള സിനിമയിൽ വേറെ ആരും എനിക്ക് പറയാനില്ല. സത്യമാണ്. വാണിയുടെ സീറ്റ് ഇപ്പോഴും മലയാള സിനിമയിൽ ഒഴിഞ്ഞു കിടക്കുക. വാണി എപ്പോ കയറി വന്നാലും വാണിയുടെ സ്പേസ് കിടക്കുക മലയാള സിനിമയിൽ. ഇല്ല, അതൊന്നും ഞാൻ സമ്മതിക്കില്ല. കാരണം അത്രമായിട്ടുള്ള ഒരു സമ്മതിക്കില്ല. അല്ല, അത് സത്യമാണ് ചേച്ചി. നമുക്ക് ആർക്കും ചേച്ചി ചെയ്യുന്ന കഥാപാത്രങ്ങളായിക്കോട്ടെ, ചേച്ചി ചെയ്ത് വെക്കുന്ന ഇതൊക്കെ നമുക്ക് അത് അങ്ങനത്തെ റോളുകളാണല്ലോ ചേച്ചി കൈകാര്യം ചെയ്തിരിക്കുന്നതെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചില കഥാപാത്രങ്ങൾ നമുക്ക് തോന്നും ഓക്കെ ഇവരില്ലെങ്കിലും അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊരാൾക്കാരുണ്ട് എന്ന്. പക്ഷെ ചേച്ചി ചെയ്ത് വെക്കുന്നതെല്ലാം ഒരു സിഗ്നേച്ചർ ക്യാരക്ടേഴ്സ്. കുറവല്ലേ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറുകൾ ചെയ്യുന്നത് വളരെ ആൾക്കാർ കുറവാണ്, ആർട്ടിസ്റ്റുകൾ.